ഇന്നത്തെ ഗോസ്പൽ പാസേജ് സാധാരണഗതിയിൽ എപ്പോഴും ഞാൻ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. ആരെങ്കിലുമൊക്കെ പ്രാർത്ഥന കേൾക്കപ്പെടുന്നില്ല എന്നും ഉത്തരം കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നിടത്ത് ഞാൻ പറയാറുണ്ട്, നിങ്ങൾ ചോദിക്ക്, കർത്താവ് തരും. നിങ്ങൾ അന്വേഷിക്ക്, കണ്ടെത്തും. നിങ്ങൾ ഇതൊക്കെ ഇപ്പോഴും മനുഷ്യരെ ആശ്വസിപ്പിക്കാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്കുകളാണ്. എന്നാൽ ഇന്നത്തെ ഗോസ്പല് കൃത്യമായിട്ട് ധ്യാനിച്ച് വായിച്ചപ്പോൾ മനസ്സിലായത്, ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ മനുഷ്യനും ദൈവവും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചായിരുന്നു. പക്ഷെ അതല്ലെന്ന് യേശു പറയുന്നത്. യഥാർത്ഥത്തിൽ യേശു പറയുന്നത് മനുഷ്യനും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചാണ്, മാധ്യസ്ഥത്തെക്കുറിച്ചാണ്. മത്തായി സുവിശേഷം 7-ാം അധ്യായം തുടങ്ങുന്നത് മനുഷ്യനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയാൽ എന്ത് ചെയ്യണം എന്നുള്ള കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. അതിൽ എൻഡ് ചെയ്യുന്നതാണ് ഇന്നത്തെ ഗോസ്പലിൽ നമ്മൾ കാണുന്നത്. ഏറ്റവും അവസാനത്തെ വചനം ഇങ്ങനെയാണ്: മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കണം. എന്ന് വെച്ചാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എവിടെയെങ്കിലുമൊക്കെ വിള്ളലുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ നേടിയെടുക്കണം എന്നുള്ള കഥയാണ് യേശു പറഞ്ഞത്. ആ കഥയ്ക്ക് യേശു 3 മാനദണ്ഡങ്ങളാണ് ഉപയോഗിക്കുന്നത്. 1, നിങ്ങൾ ചോദിക്കണം. നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്തെങ്കിലും പ്രശ്നമായോ എങ്കിൽ നിങ്ങൾ പോയി സംസാരിക്കുക, ചോദിക്കുക, എന്തു പറ്റിയെന്ന് അന്വേഷിക്കുക. ഈ ചോദ്യത്തിനിടയിൽ അയാൾ നിങ്ങൾക്ക് ഉത്തരം തരും. നിങ്ങളുടെ സംസാരത്തിനിടയിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് വീണ്ടും ശരിയായി വരും. ഇനി സംസാരിച്ച് ശരിയായില്ലേ, നിങ്ങൾ അന്വേഷിക്കുക. അവർ നിങ്ങൾ ഒത്തിരി അകന്നു പോകുകയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ലൈഫിൽ നിന്ന് അവർ നഷ്ടപ്പെട്ടു പോയി തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾ അവരെ പോയി അന്വേഷിച്ച് കണ്ടെത്തുക. എവിടെയാണോ നിങ്ങൾ അയാൾക്ക് നഷ്ടപ്പെട്ടത് ആ ഇടത്ത് പോയി നിങ്ങൾ അയാളെ നേടിയെടുക്കുക. 3-ാമതായിട്ട് യേശു പറയുന്നത്, ഇനി നിങ്ങൾക്ക് അന്വേഷിച്ചിട്ടും അവരെ കിട്ടിയില്ലേ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അവരെ മുട്ട്, അവരുടെ ഹൃദയത്തിലൊന്ന് മുട്ട്. നിങ്ങൾ മുട്ടിയാൽ അവരുടെ ഹൃദയം തുറക്കാതിരിക്കില്ല. ടേക്ക് ഇനിഷ്യേറ്റീവ്. കുറച്ചും കൂടി ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കുക. അങ്ങനെ നിങ്ങളെടുക്കുന്ന ഇനിഷ്യേറ്റീവിൽ അവരുടെ റിലേഷൻഷിപ്പ് ക്ലിയർ ആകും. ഇങ്ങനെ 3 രീതിയിൽ മനുഷ്യരും നടത്തുന്ന ഒരു മാധ്യസ്ഥത്തെക്കുറിച്ചാണ് യേശു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കുന്നത് ദൈവവുമായി നമ്മൾ നടത്തേണ്ട മാധ്യസ്ഥത്തെക്കുറിച്ചെന്നാണ്. ദൈവത്തോട് ചോദിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരത്തെക്കുറിച്ചാണ്. അല്ല, മനുഷ്യരോട് നമുക്ക് കിട്ടുന്ന ഉത്തരത്തെക്കുറിച്ചാണ് യേശു വളരെ മനോഹരമായി പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പ് എവിടെയെങ്കിലും ബ്രേക്കപ്പ് ആയിട്ടുണ്ടോ, തിരിച്ചു പിടിക്കാൻ ഈ വചനങ്ങൾ കണ്ണും പൂട്ടി ധ്യാനിച്ചാൽ മതി. കണ്ണ് തുറക്കുമ്പോൾ റിലേഷൻഷിപ്പ് ശരിയാകും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.